യോർദാൻ അക്കരെ കനാൻ നാട്ടിലേക്ക് പോകാൻ മടിച്ചു നിന്ന രണ്ട് ട്രൈബിനെ കുറിച്ച് നമ്മൾ സംഖ്യാപുസ്തകത്തിന്റെ 32-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. ഇത് ശരിക്കും എന്താണ്, കനാൻ എന്ന് പറയുന്നത് വാഗ്ദത്ത നാടാണ്. പക്ഷെ ആ വാഗ്ദത്ത നാടിലേക്ക് കയറാനായിട്ട് ആഗ്രഹമില്ലാതെ എന്താ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യാസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന മോശയോടും പുരോഹിതനായ എലയാസരനോടും സഭയിലെ പ്രഭുക്കന്മാരോട് സംസാരിച്ചു. അതാരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, സിഹോനെയും ഓഗിനെയും തോൽപ്പിച്ച ആ രാജാക്കന്മാരെ തോൽപ്പിച്ച് അവർ കീഴടക്കിയതായ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം, അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. അവര് പറയുന്നത്, പിന്നീട് നമ്മൾ പറയാം ഇവിടെ രൂബേന്യരും ഗാദ്യരുമാണോ എന്ന് പറയുന്നത്. നമ്മൾ യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ കൂടെ മനേശയുടെ പാതി ഗോത്രം കൂടെ കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, നമുക്കറിയാമല്ലോ. രൂബേന്യരും ഗാദ്യരും മനേശയുടെ പാതി ഗോത്രവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശം എന്ന് പറഞ്ഞ് ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകരുതെന്നാണ് പറയുന്നത്? കനാൻ നാട്ടിലേക്ക്, യോർദാൻ അക്കരയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. കൊണ്ടുപോകരുതെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കിത് വേണമെന്ന് തന്നെയല്ല, ഞങ്ങളെ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് നീ കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. വേണമെന്ന് പറയുന്നത് പോട്ടെ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു അപേക്ഷ മോശയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ കാര്യം? അവരെന്തുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സ്ഥലം മതി എന്ന് പറയാൻ കാര്യം എന്താണ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് ആടുമാടുകൾക്ക് തീറ്റിയുള്ള സ്ഥലം കൊടുക്കാനാണെന്ന് ഇവർ ചിന്തിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവരോട് ചോദിക്കുക, നിങ്ങളെ എന്തിനാണ് ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ അവർ പറയും, അതെ, ഈ മിസ്രൈമിൽ ഞങ്ങൾ അടിമകളല്ലയോ, ഞങ്ങൾക്ക് അവിടെ സ്ഥലം വാങ്ങിക്കാൻ പോലും പറ്റത്തില്ല. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാതെ ഞങ്ങൾ 400 ചില്ലുവാനും വർഷമായിട്ട് നടക്കുകയല്ലേ സ്വന്തമായിട്ട് സ്ഥലമില്ലാതെ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞങ്ങൾ നിനക്ക് എന്ത് ചെയ്യാം, സ്ഥലം തരാം. ഇവിടെ വന്നപ്പോഴത്തേക്ക് കനാനപ്പുറത്ത് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അവിടെ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ ഒരു 10-40 വർഷം മുമ്പ് അവിടെ പോയി ഒറ്റ നോക്കിയിട്ട് അവിടുത്തെ ഫലമൊക്കെ കൊണ്ടുവന്നു. വലിയ മുന്തിരിക്കൊലയും എല്ലാം ഉണ്ട്. ഇനി വലിയ മുന്തിരിക്കൊലയും മറ്റുള്ള കാര്യങ്ങളും ഇല്ലെങ്കിലും ആടുമാടുകൾക്കുള്ള തീറ്റി എവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ട് കയറാതെ ഇപ്പുറത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ എവിടെങ്കിലും അങ്ങ് കഴിഞ്ഞോളാം. കാര്യം അവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും കിട്ടാൻ പോകുന്നത് എന്തുവാ, കുറച്ച് സ്ഥലം. അപ്പോൾ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനാണ് ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതെന്നായിരുന്നു ഈ രൂബേന്യരുടെയും ഗാദ്യരുടെയും ചിന്താഗതി. നമ്മുടെയൊക്കെ ചിന്താഗതി അതാ. നമ്മൾ പറയുന്നത് നമ്മളെ രോഗത്തിൽ നിന്ന് വിടുവിക്കാനും നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ പറയുമല്ലോ, ഇന്നത്തെ ചിന്താഗതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്നെ വിളിച്ചിറക്കിയത് എനിക്ക് പണവും പദവിയും പത്രാസും ഒക്കെ നൽകി എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ അയൽക്കാരുടെയും മുമ്പിലൊക്കെ എന്നെ മാനിക്കേണ്ടത്. കൊച്ചു കാര്യമൊന്നുമല്ല. എന്നെ മാനിക്കേണ്ടതിന് ദൈവം എന്നെ വിളിച്ചിറക്കിയതാണ്, എന്നെ മാനിക്കേണ്ടതിന്. ബ്രദറെ, ഞാൻ കർത്താവ് എന്നെ വിളിച്ചിറക്കിയപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനായി വന്നതാ, പക്ഷെ കർത്താവ് എന്നെ മാനിച്ചു. എൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ എനിക്കിപ്പോൾ തലയുയർത്തി നിൽക്കത്തക്ക രീതിയിൽ എനിക്ക് 2 കെട്ടിടവും 2 കാറും, എൻ്റെ പിള്ളേരെല്ലാം നല്ല വിദ്യാഭ്യാസവും, അവർക്കെല്ലാം ജോലിയും, എല്ലാ കാര്യങ്ങളും. കർത്താവ് എന്നെ മാനിച്ചു. എന്തിനാ ദൈവം വിളിച്ചിറക്കിയത്? മാനിക്കാൻ വേണ്ടി. പക്ഷെ എന്തിനാണ് കർത്താവ് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിളിച്ചിറക്കിയത്? ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന്റെ പുറകെ പോകത്തില്ല. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ മോസസ് ഫറവോനോട് ചെന്ന് സംസാരിക്കുന്ന ഭാഗം, അതിന്റെ 1-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ, യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ
ദൈവത്തിന് ഇസ്രായേൽ മക്കൾക്ക് കുറച്ച് സ്ഥലം കൊടുക്കാനായിരുന്നെങ്കിൽ എന്റെ ചിന്ത അത് മിസ്രൈമിൽ തന്നെ കൊടുക്കാൻ കർത്താവിന് കഴിവുണ്ടായിരുന്നെന്നാണ്. അതിനുവേണ്ടി ഈ മരുഭൂമിയിലൂടെ ഇവരെ നടത്തി കനാൻ നാട്ടിലൊന്നും കൊണ്ടുവരേണ്ട വലിയ അത്യാവശ്യമൊന്നും ഇല്ല. അതായിരുന്നു ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ. പക്ഷെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഇത് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. ഇതൊക്കെ നമ്മുടെ പാട്ടുകാരും നമ്മുടെ പാസ്റ്റർമാരും എല്ലാം എന്നും പറയുന്നതാണ്. നമ്മൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ആരാധിക്കാൻ വേണ്ടിയാണ്. ആരാധിക്കാൻ എന്നുള്ള വാക്കല്ല അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലെറ്റ് മൈ പീപ്പിൾ ഗോ ലെറ്റ് ദേ മേ സെർവ് മീ എന്നാണ് എഴുതിയിരിക്കുന്നത്. സേവിക്കേണ്ടതിന് എന്നാണ്. ആരാധനയോട് ചേർന്ന് പോകുന്ന വാക്കാണ് സെർവിങ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചേ നമ്മൾ പഠിക്കാവൂ, അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ് ഉണ്ടാകുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നല്ല, അവനെ മാത്രമേ സേവിക്കാവൂ എന്നാണ്. യു നീഡ് ടു വർഷിപ്പ് യുവർ ഗാഡ് ആൻഡ് സെർവ് ഹിം. സെർവ്, അവിടെ സെർവ് എന്ന വാക്ക് നമ്മൾ ഇവിടെ വന്നിരുന്ന് പാട്ട് പാടി ആരാധിക്കുന്നതുമായിട്ട് ഒരു പരിധി വരെ വലിയ ബന്ധമൊന്നുമുള്ള കാര്യമല്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചത് സഭായോഗത്തിന് വന്നിരുന്ന് പാട്ടുപാടി കൈപൊട്ടിക്കാൻ വേണ്ടിയൊന്നുമല്ല. ദൈവം നിങ്ങളെ വിളിച്ചത് അവനെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ദൈവത്തെ സേവിക്കാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കർത്താവ് വിടുവിച്ച് ഒരു ആരാധക സമൂഹമാക്കി, ആരാധിക്കുന്ന സമൂഹമാക്കി അവരെ സെപ്പറേറ്റ് ചെയ്ത് ദൈവത്തെ സേവിക്കുന്ന ഒരു ജനതയാക്കേണ്ടതിനാണ് ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചത്. ഇച്ചിരൂടെ കടത്തി പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയല്ല. നമ്മുടെ ഒക്കെ ചിന്ത ദൈവം നമ്മളെ വിളിച്ചത് നമുക്ക് വേണ്ടിയാണെന്നാ. അതുകൊണ്ട് നമ്മളെ സേവിക്കാൻ ദൈവം എന്നാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. അതായത് എനിക്ക് തീറ്റയും വെള്ളവും തരുന്ന സ്ഥലം, തരുന്ന ദൈവം, എനിക്ക് തീറ്റയും വെള്ളവും തരുന്ന ദൈവം, ദൈവം എനിക്ക് വേണ്ടി എന്നുള്ള ഒരു കുടുസ് ചിന്തയാണ് ഇന്ന് സഭയിലെ ജനങ്ങളിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു ചിന്ത. ഇന്നത്തെ ആത്മീയതയുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്, ദൈവം എനിക്ക് വേണ്ടി, ഗാഡ് ഈസ് ഫോർ മീ. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഞാൻ ദൈവത്തിന് വേണ്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഐ എം ഫോർ ഗാഡ്, നോട്ട് ദാറ്റ് ഗാഡ് ഈസ് ഫോർ മീ. ദൈവം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരുമായിരിക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ദൈവം എന്നെ വിളിച്ചത് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. ഞാൻ അവന് ഒരു ജനമായിരിക്കേണ്ടതിനാണ്, അല്ലാതെ എനിക്ക് വെള്ളവും തീറ്റിയും കുടിയും കസേരയും മേശയും ഒന്നും തരാനൊന്നും അല്ല കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചത്. അത് തരാൻ കർത്താവിന് വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് സോ ഈസി ഫോർ ഗാഡ് ടു ഗിവ് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. പക്ഷേ ഹി ഹാസ് സ്പെഷ്യലി കോൾഡ് ഫോർ ഹിം. അവന് വേണ്ടി യഹോവ, നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുക. അവനു വേണ്ടി, ഐ എം ഫോർ ഹിം. ഈ ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ദൈവം തന്നതല്ല എനിക്ക് വിഷയം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഞാൻ ദൈവത്തെ എത്രത്തോളം സേവിച്ചെന്നുള്ളതാണ്. ഐ എം നോട്ട് ജസ്റ്റ് ലുക്കിംഗ് ഫോർ ദ പ്രിവിലേജസ് ഗാഡ് ഹാസ് ഗിവൺ മീ. ദൈവം എനിക്ക് തന്ന പ്രിവിലേജസ് പൊക്കി പിടിച്ചുകൊണ്ട് മാത്രം ഞാൻ നടക്കത്തൊന്നുമില്ല. ഐ എം ഓൾവേസ് കൺസേൺഡ് അബൌട്ട് മൈ റെസ്പോൺസിബിലിറ്റി ടു സെർവ് ഹിം. അവനെ സേവിക്കേണ്ടതിന് വേണ്ടിയുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്റെ കൺസേൺ. അല്ലാതെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ സാക്ഷ്യങ്ങൾ, സഭയിലെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ സഭയിൽ വന്ന് എന്താണ് സാക്ഷി പറയുന്നത്? നമ്മൾ സഭയിൽ വന്ന് സാക്ഷി പറയുന്നതെല്ലാം മറ്റുള്ളവർക്കും കൂടെ പറയാവുന്ന, അതായത് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരും പറയുന്ന സാക്ഷ്യത്തിന്റെ മറ്റൊരു വേർഷൻ മാത്രമാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എല്ലാം ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്ന ഒരു ഹിന്ദു നല്ല മനുഷ്യൻ, നമ്മൾ പറയുന്നു എല്ലാം ദൈവകൃപ. എന്തോ വ്യത്യാസം? അവൻ പറയുന്നു എല്ലാം ഈശ്വരാനുഗ്രഹം. അല്ലാഹുവിന്റെ കൃപ എന്നൊരു മുസ്ലിം പറയുന്നു.
നമ്മുടെ ഓട്ടോറിക്ഷയിലൊക്കെ കയറുമ്പോൾ ചക്കുളത്തുകാവിലമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊരു ഓട്ടോറിക്ഷ കയറുമ്പോഴത്തേക്ക് യേശു ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് എഴുതിയിരിക്കുന്നു. അവനോട് ചോദിച്ചാൽ അവൻ പറയും, എന്റെ വണ്ടിയുടെ അനുഗ്രഹം എന്താണ്? ഇത് ഇന്നുവരെ ഇടിച്ചിട്ടില്ല. എന്താ അനുഗ്രഹം? ചക്കുളത്തുകാവിലമ്മ. എന്താണ് വ്യത്യാസം? ഗുരുകൃപ എന്ന് പറഞ്ഞ സിക്കുകാരൻ ലോറിയിൽ എഴുതി വെക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത എന്താണ്? അവന്റെ ദൈവമാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് എന്നാണ്. യേശു എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം യേശു എനിക്ക് കഴിഞ്ഞ ആഴ്ച നല്ലവനും വല്ലവനുമായിരുന്നെന്ന് നമ്മൾ പെട്ടെന്ന് സാക്ഷി പറയുന്നത്. പക്ഷെ നമ്മളുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമ്മുടെ സെർവിങ് എവിടെ വരെ ചെന്നു? നമ്മൾ അവനെ എത്രത്തോളം സേവിച്ചു? അതാരും ചോദിക്കുന്നില്ല, ആരും പറയുന്നുമില്ല. എന്തിനു വേണ്ടിയാണ് നമ്മളെ മിസ്രൈമിൽ നിന്ന് കർത്താവ് വിടുവിച്ച് വീണ്ടെടുത്ത് കൊണ്ടുവന്നറിയാമോ? അവനെ സേവിക്കേണ്ടതിന്. പക്ഷെ അവനെ നമ്മൾ എത്രത്തോളം സേവിച്ചു? അതാണ് ചോദ്യം. ദൈവം നമ്മളെ മിസ്രൈമിൽ നിന്ന്, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട്ടിൽ കൊണ്ടുപോയത് കനാൻ നാട്ടിൽ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. Why God has separated us, called us from the world? Because God wants to make a kingdom in this world. ആ ദൈവരാജ്യത്തിൽ ആ രാജാവായ ദൈവത്തെ സേവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വേർതിരിച്ചത്. സേവിക്കാനായിട്ട് വിളിക്കപ്പെട്ട നമ്മൾ ഇപ്പോൾ ദൈവത്താൽ സേവിക്കപ്പെടുന്നത് മാത്രം ആലോചിച്ചിരിക്കുകയാണ്. ദൈവത്താൽ സേവിക്കപ്പെടുന്നത് മോശം കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അതല്ല. ഇപ്പോൾ ദൈവത്തിന് ഞാൻ എന്ത് ചെയ്യുന്നുള്ളതല്ല, ദൈവം എനിക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യാം? ഉപവാസം എടുക്കാം, അല്ലെങ്കിൽ വല്ലപ്പോഴും ഞാൻ എന്ത് ചെയ്തോളാം? സഭായോഗത്തിന് പൊക്കോളാം, ഞങ്ങൾ ആരാധിച്ചോളാം. നീ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടിന് തീറ്റി, ഞങ്ങളുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ വീട്, ഇതെല്ലാം നീ കൈകാര്യം ചെയ്തോണം. ഞങ്ങൾ പകരം എന്ത് ചെയ്തോളാം? ആരാധിച്ചോളാം. ആരാധിച്ചോളാം എന്ന് പറയുമ്പോഴും ദൈവബന്ധം അത്ര വലിയ കാര്യമായിട്ടുണ്ടാകുന്നില്ല. ക്രൈസ്റ്റ് റിലേഷൻ ഉണ്ടാകുന്നില്ല. രൂപേന്യരുടെയും ഗാദ്യരുടെയും ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ദൈവം സീഹോനെയും ഓഗിനെയും ഒക്കെ നശിപ്പിച്ച് നമുക്ക് എന്ത് തന്നിരിക്കുന്നു? തീറ്റി ഉള്ള പുല്ലുള്ള സ്ഥലം നമുക്ക് തന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ അവർക്കുള്ള എന്ത് ദൈവബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം, യോർദാൻ അക്കരയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകരുതേ. പക്ഷെ ദൈവം എന്തിനാണ് അവരെ വിടുവിച്ചത്? യോർദാൻ അക്കരെ ഒരു രാജ്യം സ്ഥാപിക്കാനാണ് ദൈവം ഇവരെ കൊണ്ടുപോയത്. അതിനുവേണ്ടിയാണ് അവരെ വിളിച്ചോണ്ട് ഇറക്കിയത് തന്നെ. അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് യോർദാൻ അക്കരെ പോകാൻ ഇവർക്ക് ഇത്രത്തോളം മടിയെന്നറിയാമോ? അതിനെക്കുറിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് മോശയുടെ ഉത്തരത്തിൽ ഇത് പറഞ്ഞപ്പോൾ മോശ എന്താണ് അവരോട് സംസാരിക്കുന്നതെന്നറിയാമോ? അവർ പറഞ്ഞു ഞങ്ങളെ യോർദാൻ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്, ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാമെന്ന് പറഞ്ഞപ്പോൾ മോശ സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ മോശ ഗാദിനോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? മോശ ചോദിക്കുക, നാണമില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ? നിങ്ങളുടെ സഹോദരന്മാർ എന്തിനു പോവുകയാണ്? യുദ്ധത്തിന് പോവുകയാണ്. നിങ്ങളുടെ സഹോദരന്മാർ ഇതുപോലെ സുഖമായിട്ടിരിക്കാൻ പോകുകയല്ല. നിങ്ങളുടെ സഹോദരന്മാർ കനാൻ നാട്ടിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? യുദ്ധത്തിന് പോവുകയാണ്. കാര്യം എന്താണ്? ഇന്നും കനാൻ വിജാതീയരുടെ കയ്യിലാണ്. ദൈവം നമ്മെ വിളിച്ചത് വാഗ്ദത്ത ദേശത്തു നിന്ന് ശത്രുവിനെ ഇറക്കി വിടാനാണ്. ആത്മീകമായി നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കണം. ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് ഇവർ പറയുന്നത് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ കാണാം കഴിഞ്ഞോളാമെന്നാണ്. യുദ്ധം ചെയ്യുന്നവനൊക്കെ യുദ്ധം ചെയ്യും, എന്തെങ്കിലും ചെയ്തോട്ട്, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തോളാം? ഇവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞോളാം. എന്നാൽ ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാകുന്നത് വരെ സ്വസ്ഥത ഇല്ലാതിരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആത്മീകൻ എന്ന് പറയുന്നത്. ഗാദ്യരുടെയും രൂപേന്യരുടെയും മനസ്സിൽ യുദ്ധമില്ല. അവരോട് എന്തിന് യുദ്ധം? ഞങ്ങൾ ഇവിടെ കാണാം
കഴിഞ്ഞോളാം. ഞങ്ങൾ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഗോത്രങ്ങൾക്കൂടെ കഴിയാൻ പറ്റത്തില്ല. നിങ്ങൾ ആലോചിക്കണം. ഇവരോട് ഞങ്ങളിവിടെ കഴിഞ്ഞോളാം, ബാക്കിയുള്ള 10 ഗോത്രം അവിടെ പോയി യുദ്ധം ചെയ്ത് അവർ ഉണ്ടാക്കിക്കോട്ടെ, അവർക്ക് കൂടുതൽ നല്ല സ്ഥലമൊക്കെ കിട്ടിക്കോട്ടെ, യുദ്ധം ചെയ്തവരൊക്കെ ചെയ്തോട്ടെ, ഞങ്ങളിവിടെ കഴിഞ്ഞോളാം. അസാമാന്യമായ സെൽഫിഷ്നെസ് ആണ് ഇവിടെ കാണുന്നത്. ബാബുച്ചൻ അംബാസഡർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു ഉദാഹരണമാണ്. ബസ്സേല് നമ്മൾ ഈ പലപ്പോഴും അറിയാമല്ലോ, ബസ് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ബസ് കിട്ടാതെ ഇന്ന് വല്ല രീതിയിൽ നമുക്കൊരു ബസ് കിട്ടിയെന്ന് വയ്ക്കുക. എവിടെങ്കിലും ഒരു വഴിയിൽ നിന്നിട്ട് വരുന്നതെല്ലാം ലിമിറ്റഡ് സ്റ്റോപ്പ്, അവിടെ നിർത്തേണ്ട വണ്ടികളൊന്നും അല്ല വരുന്നത്. അങ്ങനെ ഇരിക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിട്ട് ഒരു ഡ്രൈവർക്ക് കരുണ തോന്നി, നമ്മൾ കൈ കാണിച്ചപ്പോഴത്തേക്ക് ഇവൻ ചവിട്ടി നിർത്തി നമ്മൾ ബസ്സേ കയറി. ഈ ബസ്സേ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്നാണെന്നറിയാമോ? ഇനി ഇതെങ്ങ് നിർത്തരുതെന്നാണ്. വഴിയിൽ ബാക്കി എത്ര ആളുകളുണ്ടെങ്കിലും അവരാരും കയറണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ആ ഡ്രൈവർ വേറെ എവിടെങ്കിലും നിർത്തിയ ഉടനെ പറയും, നമ്മൾ ചോദിക്കും ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെന്നാ പറയുന്നത്, എവിടെയൊക്കെയാ അത് നിർത്തുന്നത്? ഇങ്ങനെ നിർത്തിയത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കയറി പറ്റിയെന്നുള്ളത് അവനങ്ങ് മറന്നുപോയി. ഇത് നമ്മുടെ ഒരു സെൽഫിഷ്നെസിന്റെ പ്രശ്നമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ പ്രശ്നം, നമ്മൾ വല്ല വിധേനം രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്തോളാം? അവർ പറയുന്നത് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് ആരാധിച്ചോളാം എന്നാണ്. പക്ഷേ ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാകാതെ വണ്ണം ദൈവരാജ്യം വിജാതീയരുടെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റേജാണിത്. അവിടെ സഹോദരന്മാർ എന്തിനു നോക്കുകയാണ്? യുദ്ധം ചെയ്യാനായിട്ട് പോകുകയാണ്. മോശെ ഇവരോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ യുദ്ധത്തിന് പോകാതെ യഹോവ ഇസ്രായേൽ മക്കൾക്ക് യുദ്ധത്തിന് പോകാതെ ഇവിടെ ഇരിക്കണമെന്നോ യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്ത്? ഇന്നിപ്പോ 2 തരത്തിലുള്ള ആളുകളെ നമ്മളിവിടെ വിശ്വാസ ലോകത്തിൽ കാണുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പിശാചിന്റെ പിടിയിലാണെന്നും അവരെ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അവരോട് സുവിശേഷം അറിയിക്കേണ്ടത് നമ്മളുടെ കടമയാണെന്നും അതിനുവേണ്ടി മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവരായ ഒരു കൂട്ടർ. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും ഇതൊന്നും ആലോചിക്കുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ ഏതാണെങ്കിലും ഓഗിന്റെയും ബാഷാന്റെയും ഒക്കെ അല്ലെങ്കിൽ ആ രാജ്യമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ, ഞങ്ങളിവിടെ സീഹോന്റെയും ഓഗിന്റെയും ഒക്കെ രാജ്യം ഞങ്ങൾക്ക് കിട്ടി, ഇതൊക്കെ മതി, ഞങ്ങൾ വല്ല വിധേനയും ആരാധിച്ചങ്ങ് കഴിഞ്ഞോളാം. പിന്നെ ആരെങ്കിലും സുവിശേഷം പറയുന്ന പോക്കോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. വിരോധമില്ലെന്നല്ല, ചില സമയത്തൊക്കെ അവര് അധൈര്യപ്പെടുത്തിക്കളയും. സുവിശേഷ വേല ചെയ്യുന്നവരെ തന്നെ എന്ത് ചെയ്യും? അധൈര്യപ്പെടുത്തിക്കളയും. അവർ ചോദിക്കും, എന്തിനാ ബ്രദറാ ഇത്രയും കഷ്ടപ്പെടുന്നു? ഇവിടെ ഇത്രയും പുല്ലുള്ള സ്ഥലം ഉള്ളപ്പം നീ എന്തിനാ പിന്നെയും പോയി രാജ്യം വെട്ടിപ്പിടിക്കാനൊക്കെ പോകുന്നത് എന്നുള്ള ചോദ്യം. സുവിശേഷ വേല ചെയ്യുകയില്ല, ചെയ്യുന്നവരെ അധൈര്യപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, പട്ടി പുല്ല് തിന്നത്തുമില്ല പശുവിനോട്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറയുന്നത് പോലെ സുവിശേഷ വേല ചെയ്യാൻ ഒരുത്തൻ തയ്യാറായി കഴിഞ്ഞാൽ അവനെ അധൈര്യപ്പെടുത്തുകയും ചെയ്യും. വടക്കേ ഇന്ത്യക്ക് വണ്ടി കയറാൻ പ്ലാൻ ചെയ്ത് ജോലി കളഞ്ഞു വന്ന ഒരു സഹോദരനോട് ഇവിടുത്തെ ഒരു സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, എന്തിനാ അവൻ വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞ് കളഞ്ഞ് ഞാൻ തുടങ്ങുന്നത്? മധ്യ തിരുവിതാംകൂറിൽ ഒരു സഭ ഞാൻ അവന് വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അധൈര്യപ്പെടുത്തുന്ന ഒരു രൂപേന്യരും ഗാന്ധ്യരും എന്ത് ചെയ്യുന്നു? മറ്റുള്ള യുദ്ധം സ്വപ്നം കണ്ടു കഴിയുന്ന വേറെ 10 ഗോത്രത്തിലെ ആളുകളുണ്ട്, അവരെ കൂടെ എന്ത് ചെയ്യുന്നു? അധൈര്യപ്പെടുത്തുകയാണ്. അവരുടെ മനസ്സിൽ അവര് ഇപ്പോഴും ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമല്ലെന്നും ദൈവത്തിന്റെ നാമം മഹിമപ്പെടുന്നതിൽ നിന്ന് മറ്റ് നാമങ്ങളെ ആരാധിക്കുന്ന ആളുകളാണ് ഇന്ന് മറ്റു ദൈവത്തിന്റെ നാമത്തെ അപമാനിക്കുന്നുവെന്നും. എന്താണ് നമ്മുടെ പ്രാർത്ഥന? എന്താണ്? സുഹൃസനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. ഈ ഒരു അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രഥമ ഘടകം അതാണ്. നമ്മൾ മനസ്സിലാക്കണം. എന്ത്? അവന്റെ രാജ്യം വരണം. അല്ലാതെ നമുക്ക് ആരാധിക്കണമെന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഘടകം. എന്താണ്? അവന്റെ രാജ്യം വരണം എന്നുള്ളതാണ്. ആരാധന വേണം, വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കൈകൊട്ടിപ്പാട്ടല്ല അതിനകത്തെ അർത്ഥം. അവനെ സേവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ നിലകൊള്ളണം. എവിടെ? അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ കനാനിൽ. ആ കനാൻ ഒരു യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് വലിയ യുദ്ധമുണ്ട്. അതാണ് നമ്മൾ പറയുന്ന സുവിശേഷ വേല എന്ന് പറയുന്നത്. അതിനെ സ്വപ്നം കാണാതെയും അതിനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് രൂപേന്യരും ഗാദ്യരും കനാനിലേക്ക് പോകാൻ വിമുഖത കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കനാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. കാര്യം അവർക്കറിയാം അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നേരത്തെ ഒറ്റ നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്.
ഈ ഒറ്റ നോക്കിയ ആളുകൾ തന്നെ വന്ന് പറഞ്ഞല്ല, അവർക്കറിയാം. പക്ഷെ അവർ പറയുന്നത് അവിടെ ചെന്ന് അവരെയൊക്കെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയാതെ വന്നാലോ എന്നുള്ള പേടിയാണ്. കാരണം അവിടെ അനാക്യ മല്ലന്മാരുണ്ടെന്നുള്ളത് ഇവരുടെ പിതാക്കന്മാര് 10 ഗോത്രം, നേരത്തെ 12 ഗോത്രത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് പോയിട്ട് അതിനകത്ത് 10 പേരും പറഞ്ഞ എന്താണ്, ദേശം നല്ല ദേശമാണ്, പക്ഷെ അനാക്യ മല്ലന്മാര് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ദേശം കൈവശമാക്കുവാൻ കഴിയുകയില്ല. ഇതാണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയുകയില്ല എന്നാണ് മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് അവർ പറയാ, ഏതാണെങ്കിലും ഇത്രയും കർത്താവ് സഹായിച്ചല്ലോ, യോർദാൻ ഇക്കരെ നമുക്ക് 2 ഗോത്രത്തിന് താമസിക്കാനുള്ള സ്ഥലം കിട്ടിയല്ലോ, അത്രയുമായിട്ട് നമുക്ക് ഇത്രയും മതിയെന്നേ. ഇനിയിപ്പം വടക്കേ ഇന്ത്യ, ആസാം, മധ്യപ്രദേശ്, ഗുജറാത്ത്, അമേരിക്ക, അമേരിക്കയിലും ഇപ്പോൾ സുവിശേഷീകരണം ആവശ്യമാണ്. ആഫ്രിക്ക, ഖാന, അല്ലെങ്കിൽ സെയ്ർ എന്നൊന്നും പറഞ്ഞ് അങ്ങോട്ട് വെറുതെ വിഷമം ഉണ്ടാക്കാതെ, നമുക്ക് കർത്താവ് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ തന്നെ എത്രയോ സഭകൾ തന്നിട്ടുണ്ട്. ഇതാണ് വാസ്തവത്തിൽ രൂപേന്യരുടെയും ഗാദ്യരുടെയും ചിന്ത. എന്തുകൊണ്ട് അവർ അങ്ങനെ പറയാൻ കാര്യം, അവർ അവിശ്വസിക്കാൻ. അവർ പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഇവിടെയെങ്കിലും നമുക്ക് അങ്ങ് ചെന്നില്ലെങ്കിലോ ഇവിടെയെങ്കിലും നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ചിന്തയാണ്. പിന്നെ മറ്റൊന്നുകൂടെ അവരുടെ മുമ്പിലുണ്ട്. 32-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവർ പറയുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്കിലും 16-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവർ അടുത്ത് എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ, എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. കനാനിലേക്ക് പോകാൻ അവരെ തടസ്സപ്പെടുത്തിയ അടുത്ത ഘടകം എന്നറിയാമോ, അവരുടെ കുഞ്ഞുകുട്ടികളുടെ ഭാവി എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ വേദപുസ്തകത്തിന്റെ ഓരോ യാഥാർത്ഥ്യങ്ങളും ഈ കാലയളവിൽ സത്യമായിരിക്കുന്നത് പോലെ ചരിത്രത്തിൽ ഒരിക്കലും സത്യമായിട്ടുണ്ടെന്ന് എൻ്റെ ചിന്ത. ഇന്ന് നമ്മുടെ സകല പ്രവർത്തനങ്ങളെയും, ദൈവരാജ്യ പ്രവൃത്തിയെയും, സുവിശേഷ വേലയെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും എല്ലാം തകർത്ത് കളയുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി, ബ്രദറെ അവിടെ പോയി സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? കുഞ്ഞുങ്ങളുടെ ഭാവി ആരോട് ചോദിച്ചാലും പറയുന്നതാണ് കുഞ്ഞുങ്ങളുടെ ഭാവി. കുഞ്ഞുങ്ങളുടെ ഭാവി തിരക്കിയാ എല്ലാവരും പട്ടണങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. കുഞ്ഞുങ്ങളുടെ ഭാവി തിരക്കിയാണ് നല്ലൊരു ശതമാനം ആളുകളും വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. ശരിയല്ലേ? അവർക്കൊന്നും പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടായിരുന്നവരും ബൈബിൾ കോളേജിൽ പഠിച്ചു വെച്ച് പിന്നെയും പോയിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ ഭാവി തിരക്കി. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വല്ല ഭാവിയും ഉണ്ടായോ? കുഞ്ഞുങ്ങൾ തന്നെ ഇല്ല ഇപ്പം, പിന്നല്ലേ കുഞ്ഞുങ്ങളുടെ ഭാവി? വീട്ടിൽ പിള്ളേരില്ലല്ലോ, അവൻ കയറി വരത്തില്ലല്ലോ വീട്ടിൽ. എത്രയോ മാതാപിതാക്കൾ എനിക്കറിയാം കുഞ്ഞുങ്ങളുടെ ഭാവി തിരക്കി പുറത്തു പോയ ആളുകളാണ്. ഇന്ന് കരഞ്ഞോണ്ട് അവർ പലരും ജീവിക്കുന്നത്. പേഴ്സണലി ഐ നോ. ഈ രൂപേന്യരും ഗാദ്യരും കാണിച്ച അബദ്ധമാണ് ഇവരും പറയുന്നത്. എന്തോരം കഷ്ടമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കടമുണ്ട്, അല്ലാതെ ഞാനിത് ദേഷ്യപ്പെട്ടെന്ന് പറയുന്ന കാര്യമല്ല, സങ്കടത്തോടുകൂടെ പറയുന്ന കാര്യമാണ്. കാരണം കനാന്യ ദർശനമല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തത്. നമ്മൾ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ ഈ സ്ഥലം ഇവിടെ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ട പിതാക്കന്മാരാണ് കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ആത്മീയ ഭാവിയെ കുറിച്ചല്ല അവർ സംസാരിക്കുന്നതാണോ? കാരണം ദൈവം അവരെ വിളിച്ചു മാറ്റി നിർത്തിയത് എങ്ങോട്ടാണ്? കനാനിൽ ഒരു ആരാധക സമൂഹമാകാൻ വേണ്ടിയാണ്. ആ സമൂഹവുമായി, ആ ആരാധിക്കുന്ന സമൂഹവുമായിട്ടാണ് നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷെ ആ സമൂഹവുമായിട്ടല്ല ഇവർ ഐഡന്റിറ്റി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ അങ്ങോട്ട് കടത്തിവിടരുതേ എന്ന് പറയുന്നത്. അവരൊടുവിൽ പറയുന്നതെന്നറിയാമോ? ഞങ്ങള് മോശ ഇത് സമ്മതിക്കത്തില്ല, ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മോശ പറഞ്ഞു പണി നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാ ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ യുദ്ധത്തിന് വരാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും എവിടെ തന്നെ കഴിഞ്ഞോട്ടെ, ഈ ഉറപ്പുള്ള പട്ടണങ്ങളിൽ സെക്യൂരിറ്റി. ഞാനിതാ പറഞ്ഞത്, വേദപുസ്തകത്തിലെ പല വാക്കുകളും ഈ തലമുറയിൽ വളരെ കൃത്യമായി വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് ഉറപ്പുള്ള പട്ടണങ്ങളിൽ ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കഴിയട്ടെ എന്നാ. ഇന്നും നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും കുഞ്ഞുങ്ങളുടെ ജീവിതവും സെക്യൂർ ആക്കാനാണ് നമ്മൾ നോക്കുന്നത്.
സെക്യൂരിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? സെക്യൂരിറ്റി. അല്ലാതെ എന്താ? അവിടെ എന്താ സെക്യൂരിറ്റി എന്നാണ് ചോദിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് സെക്യൂരിറ്റി? ഞാൻ ചോദിച്ചോട്ടെ, വീട്ടിലിരുന്നാൽ എന്താ സെക്യൂരിറ്റി? ഇവിടെ വീട്ടിലിരുന്നാൽ ഇടിവെട്ടി ചാകും. ചാകണമെങ്കിൽ ഒരു മിന്നൽ മതി എൻ്റെ പ്രിയമുള്ളവരെ. ഈ സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ സുവിശേഷ വേല ചെയ്താലോ സുവിശേഷത്തിന് വേണ്ടി പോയാലോ കഷ്ടപ്പെട്ടാലോ പ്രയാസപ്പെട്ടാലോ ഒന്നും ഈ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല. ഏതാണെങ്കിലും ഇടിവെട്ടി ചാകുന്നതിനേക്കാളും നല്ലതല്ലേ വരാൻ നമ്മളെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും കുറഞ്ഞത് നമ്മളെ കൊല്ലുന്നെങ്കിലും കൊല്ലട്ടെ, അങ്ങനെ എല്ലാവരും കൊല്ലാനും നടക്കൊന്നുമല്ല. ഇനി അങ്ങ് മരിക്കുന്നെങ്കിൽ അങ്ങ് മരിക്കട്ടെ. ഇടിവെട്ടി ചാകുന്നതിനേക്കാളും നല്ലതല്ലേ? നമുക്ക് എന്താണ് ഒരു സെക്യൂരിറ്റി ഇവിടെ? നിങ്ങളുടെ പണത്തിന് സെക്യൂരിറ്റി ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് സെക്യൂരിറ്റി ഉണ്ടോ? എന്ത് സെക്യൂരിറ്റി? നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടു പോയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കനാനിലേക്ക് പോകണ്ട എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷേ പറയുന്നതെന്നറിയാമോ? ഞങ്ങൾ യുദ്ധത്തിന് വരാം, ഞങ്ങളുടെ പിള്ളേർ ട്യൂഷന് പോട്ടെ എന്ന്. അവർക്ക് എൻട്രൻസ്, അതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച അങ്ങ് വരാം, പക്ഷെ ഞങ്ങളുടെ പിള്ളേര് ട്യൂഷന് പോട്ടെ. പിള്ളേരുടെ ഭാവി. കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കാത്തത്? സഭായോഗത്തിന് പോലും കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. സുവിശേഷ പ്രവർത്തനങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇൻവോൾവ് അല്ല. വേദപുസ്തകത്തിന്റെ ഓരോ ഭാഗങ്ങളും എവിടെയാണെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റിനകത്ത് ബുക്ക് ഓഫ് ജെയിംസിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കാൻ എണീറ്റ് നിന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരാൾ മറ്റാളോട് ചോദിച്ചു, ജെയിംസ് എവിടാ? അവൻ പുറത്തോടെങ്ങാണ്ട് പോയെന്നാ തോന്നുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തമാശയായിട്ട് ചിന്തിക്കും, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞ് നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ടല്ലോ, അവരുടെ നിത്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അധൈര്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് 32-ാം അധ്യായത്തിന്റെ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മോസസ് പറയുന്നത് ദേശം ഒറ്റുനോക്കിയവരുടെ ചരിത്രമാണ്. ഞാൻ ആ ഭാഗം വായിക്കാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ദേശം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ ദേശം ഒറ്റുനോക്കിയവർ ഇത് തന്നെ ചെയ്തു. എന്ത് ചെയ്തു? അവരെ അധൈര്യപ്പെടുത്തി. 9-ാമത്തെ വാക്യത്തിൽ അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അവര് വന്നിട്ട് പറയുന്നത് എങ്ങനെയാണ് അധൈര്യപ്പെടുത്തിയത്? സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 27, 28 വാക്യങ്ങൾ, 27 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മളോട് കാണുന്നുണ്ട്. അവരാരും വന്നിട്ട് ദേശം മോശമാണെന്ന് പറഞ്ഞില്ല. 12 പ്രഭുക്കന്മാര് 12 ഗോത്രങ്ങളിൽ നിന്ന് പോയി ദേശം ഒറ്റുനോക്കിയിട്ടും അവരാരും വന്ന് എന്ത് പറഞ്ഞില്ല? ദേശം മോശമാണെന്ന് പറഞ്ഞില്ല. പക്ഷെ അവരെന്താ പറഞ്ഞത്? ദേശം നല്ല ദേശമാകുന്നു, എത്രയും നല്ല ദേശമാകുന്നു, പക്ഷെ നമുക്കത് കൈവശമാക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ദേശം കൊള്ളാം, എന്നാൽ ഹിത്യരുടെയും യെബൂസ്യരുടെയും അമോര്യരുടെയും കനാന്യരുടെയും കയ്യിലാണത്, അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ അധൈര്യപ്പെടുത്തി. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ മോശ ഇവരോട് സംസാരിക്കുന്ന വാക്ക് ഭയങ്കര ഹാർഷായിട്ടുള്ള വാക്കുകളാണ്. 14-ാം വാക്യം വരുമ്പോഴത്തേക്ക് അവിടെ പറയുന്നതെന്നറിയാമോ? എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിക്കാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. ഒരു പരിധി വരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരെന്തോ ഇത്ര വലിയ പാപം ചെയ്തത്? അവരാകെപ്പാടെ ഒരു കാര്യം പറഞ്ഞോളൂ, എന്താ? ഞങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞോളാം, ഞങ്ങളെ കനാന് അല്ലെങ്കിൽ കനാനിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുത്. എന്താ? യോർദാൻ കടന്നു പോകാൻ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. അല്ലാതെ അവരൊന്നും പറഞ്ഞില്ലല്ലോ. ഇവരാരും വിഗ്രഹാരാധികളായിട്ട് അവിടെ കാണുന്നില്ല. അവരാരും വ്യഭിചാരം ചെയ്ത കാര്യമൊന്നും പറയുന്നില്ല. അവരാരും ബാൽ പേയോരിനോട് ചേർന്നിട്ടില്ല, ഒന്നുമില്ല. ഇവര് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള പാപങ്ങളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല. അവർ പാപം ചെയ്യുന്നില്ല എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം, അവർ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇവരെ പാപികളുടെ വലിയൊരു കൂട്ടമായിട്ട് മോശ മുദ്രയടിക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? അവർ യുദ്ധം വേണ്ടാന്ന് വെച്ചു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല. അവിടെയാണ് നമ്മളെ എന്താണ് വിഭ്രമിപ്പിക്കേണ്ട, നമ്മളെ ഭീതിപ്പെടുത്തേണ്ടതായ ഒരു യാഥാർത്ഥ്യം കിടക്കുന്നത്. എന്ത്? ദൈവം വിളിച്ചിറക്കിയ ഒരു ദൈവ പൈതൽ ദൈവരാജ്യത്തിന് വേണ്ടി പോരാടാതെ
സഭയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാനും ആരാധിക്കാനുമായിട്ടൊക്കെ തന്നെ അങ്ങ് വേർപെടുത്തി എന്തോന്ന് യുദ്ധം എന്ന് പറഞ്ഞ് സുവിശേഷീകരണം ഉപേക്ഷിക്കുന്നെങ്കിൽ അവനെ വിളിക്കേണ്ടത് പാപി എന്ന് തന്നെയാണ്. പാപികളുടെ ഒരു കൂട്ടമായി എന്ന് പറയുന്നത്. ഇഫ് യു ആർ നോട്ട് ഷെയറിംഗ് ഗോസ്പൽ, if the kingdom of God is not your prime concern, കനാൻ ദൈവരാജ്യമാകുന്നത് വരെയും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിലേ നിങ്ങളൊരു ആത്മീയനാകത്തുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ആത്മീയ ആരാധനക്കാര് ഈ രൂപേന്യരോടും ഗാദ്യരോടുമാണ് ഉപമിക്കേണ്ടത് അവരെ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ഇന്നും നമ്മൾ മനസ്സിലാക്കണം, ഇന്നും ദൈവരാജ്യം ഭൂമിയിൽ എന്താണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊരു യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. ഇന്നും വിജാതീയരുടെ കയ്യിലാണ് കനാൻ നാട്. ഞാനതിനെ ആക്ഷരികമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. എന്ത്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം എന്താണ് പിശാച് ഇട്ട് അമ്മാനമാടുന്ന ഒരു സ്റ്റേജിൽ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ നിങ്ങൾ എത്ര വന്ന് ആരാധിച്ചാലും ഉപവാസം എടുത്താലും ഒരു പ്രയോജനമില്ല. രൂപേന്യരും ഗാദ്യരും എന്ത് പറഞ്ഞോ അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇവരൊരു പാപികളുടെ കൂട്ടമാകാനുള്ള കാരണം, ഒന്നാമത് അവർ ദൈവത്തെ അവിശ്വസിച്ചു. അവർ പറയുന്നു ഞങ്ങൾക്കത് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. അവിശ്വാസമാണ് ഏറ്റവും വലിയ പാപം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും എന്താണ്? പാപമാണ്. അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമല്ല എന്ന്, അല്ലെങ്കിൽ ഇതെനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. രണ്ട്, അവർ യഹോവയുടെ യുദ്ധം വേണ്ടെന്ന് വെച്ചു. The battle, it belongs to the Lord. പ്രിയമുള്ളവരെ, പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളെ അവരിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്, ഇതൊന്നും ആക്ഷരികമായിട്ട് എടുക്കരുത്, ദൈവരാജ്യം സ്ഥാപിക്കുന്ന ആ യുദ്ധമുണ്ടല്ലോ, എന്ത്, അധാർമികതയ്ക്കെതിരായിട്ടുള്ള ആത്മീകമായ യുദ്ധം. അത് ആരുടെ യുദ്ധമാണ്? യഹോവയുടെ യുദ്ധം. കനാൻ നാട്ടിൽ വന്ന് അത് കൈയടക്കിയിരിക്കുന്നതായ അനാത്മികതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് യഹോവയുടെ യുദ്ധമാണ്. അതിനകത്ത് നിങ്ങൾ ഭാഗവാക്കുകളായാൽ മതി, അതിൽ കൂടുതലില്ല. അത് ദൈവത്തിന്റെ യുദ്ധമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു ഫ്രേസ് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, when you see God is moving on, just join him. യഹോവ അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അവന്റെ കൂടെ ചേർന്നോളാൻ. അത്രേ ഉള്ളൂ. ഇത് ആരുടെ യുദ്ധമാണ്? യഹോവയുടെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പങ്കാളിയാകുന്നതിന് പകരം അതിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ആഗ്രഹിച്ചു. അതാണ് ഇവർ പാപികളുടെ കൂട്ടം എന്ന് പറയാനുള്ള കാരണം. ഒന്ന്, അവർ ദൈവത്തെ അവിശ്വസിച്ചു, ഇത് സാധ്യമല്ല എന്ന് ചിന്തിച്ചു. രണ്ട്, ദൈവം മൂവ് ചെയ്യുന്നത് കണ്ടിട്ടും അവരെന്ത് ചെയ്തില്ല? ദൈവത്തിന്റെ കൂടെ കൂടിയില്ല. മൂന്നാമത്, അവർ സ്വാർത്ഥന്മാരായി. സഹോദരന്മാരുടെ ഉത്തരവാദിത്തം അവര് ഏറ്റെടുത്തില്ല. അവർക്കുള്ളത് കിട്ടിയെന്ന് അവർ പറയുന്നത്. അവർ അടുത്തതായിട്ട് അവർ വാഗ്ദത്ത കനാൻ വേണ്ടെന്ന് വെച്ചു. വാഗ്ദത്ത കനാൻ വേണ്ടെന്ന് വെച്ചതാണ് ഇവരുടെ. അതുകൊണ്ടാണ് ഇവിടെ മോശെ അവരെ വിളിക്കുന്നത് അവർ പാപികൾ എന്ന് തന്നെ വിളിക്കുന്നത്. ഇന്നും നമ്മുടെ പ്രശ്നം എന്നറിയാമോ? സുവിശേഷീകരണം മറക്കുന്നതായ വ്യക്തികൾ അവർ പാപികളാണ്. സുവിശേഷീകരണത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത, അതിനെക്കുറിച്ച് കൺസേൺ ഇല്ലാത്ത ആളുകളെ ഈ രൂപേന്യരുടെയും ഗാദ്യരുടെയും കൂട്ടത്തിലാണ് നമ്മൾ കൂട്ടേണ്ടത്. അല്ലാതെ വേറെ അവർക്ക് സ്ഥാനമൊന്നുമില്ല. നിത്യതയെ നിസ്സാരമായി കരുതുന്ന ആളുകൾ പാപികൾ. ഇന്ന് നിത്യത നമുക്കൊരു വിഷയമല്ല, അതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്കില്ല. നിത്യതയെ നിസ്സാരമായി കരുതുന്ന പാപികൾ. അതുപോലെ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ഉപയോഗിക്കുന്ന ആളുകൾ, ദൈവത്തെ ഒരു മീൻസായി കണ്ടിട്ട് ലോകസുഖത്തിന് വേണ്ടി പോകുന്നതായ ആളുകൾ, അവരാണ് രൂപേന്യരും ഗാദ്യരും. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ വാഗ്ദത്ത ദേശം യോർദാന് അക്കരെയാണ്. യോർദാൻ ഇക്കരെയല്ല, യോർദാൻ അക്കരെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഫിലിപ്പിൽ എങ്ങനെ 3-20 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ ക്രിസ്തു രക്ഷകനായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അവൻ 2000 വർഷം മുമ്പ് രക്ഷകനായി വന്നതല്ലേ? പക്ഷെ പോൾ പറയാണ് ഇനിയും അവൻ എങ്ങനെ തന്നെ വരും? രക്ഷകനായി വരും. ഇനി എന്തിൽ നിന്ന് രക്ഷിക്കാനാ വരുന്നത്? 2000 വർഷം മുമ്പ് അവൻ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നു. എന്നാൽ ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് ശേഷം അവന്റെ വരവെന്നാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അവൻ വരുന്നത് എങ്ങനെ തന്നെയാണ്?
രക്ഷകനായിട്ടാണ് വരുന്നത്. രണ്ടാം വരവിൽ അവൻ നമ്മെ ലോകത്തിൽ നിന്നും ദ്രവത്വത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വരികയാണ്. അതുകൊണ്ടാണ് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നെന്ന് പറയാൻ കാരണം. ഭൗമികമായ ദ്രവത്വത്തിന്റെ സ്റ്റേജിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ രക്ഷകനായിട്ട് വീണ്ടും വരും. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവ ദർശനമില്ലാതെ, നിത്യതയുടെ ദർശനമില്ലാതെ, തേരഹിനെ പോലെ ആടുമാടുകളുടെ തീറ്റി തേടി പോകുന്ന ഹാരാന്യ ക്രിസ്ത്യാനികളാകരുത് നമ്മൾ. യോർദാൻ ഇക്കരെയുള്ള സ്ഥലം മാത്രം കണ്ടോണ്ട് ഇത് മതിയെന്ന് ചിന്തിക്കുന്ന, യേശു ക്രിസ്തുവിനെ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്ന, യേശു ക്രിസ്തു എനിക്ക് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ആയുസ്സിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നവരായ ഒരു ഹാരാന്യ ക്രിസ്ത്യാനികൾ ആകരുത് നമ്മൾ. നമ്മുടെ ദർശനം, ദൈവ ദർശനം നമ്മളെ കനാനെ മാത്രം നോക്കി നിൽക്കാൻ പ്രാപ്തമാക്കുന്നതാണ്. കനാൻ ഇപ്പുറത്ത് എന്തെല്ലാം ഉണ്ടെങ്കിലും അവിടെ തങ്ങാനായിട്ട് ഒരിക്കലും നമുക്ക് മനസ്സ് വരികയില്ല. കനാന് മുമ്പ് നമുക്ക് മരുഭൂമിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയുടെ അവസ്ഥയിൽ നമുക്ക് അവിടെ ആവശ്യമുള്ളതെല്ലാം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ വാഗ്ദത്ത ദേശം യോർദാൻ അക്കരെയാണ്. മരുഭൂമി നമുക്ക് മന്നായുണ്ട്. മന്ന എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല, ദൂതന്മാരുടെ ആഹാരമാണ്. മരുഭൂമി നമുക്ക് മന്നയുണ്ട്. മരുഭൂമി നമുക്ക് പാറയെ പിളർന്ന് ലഭിക്കുന്ന വെള്ളമുണ്ട്. മരുഭൂമിയിൽ നമുക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണല്ലോ സീഹോനെയും ഓഗിനെയും ഒക്കെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്. മരുഭൂമിയിൽ നമുക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണമുണ്ട്. മരുഭൂമിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കർത്താവ് സന്നദ്ധനാണ്. മരുഭൂമിയിൽ നമ്മുടെ ചെരുപ്പ് തേഞ്ഞു പോകുന്നില്ല, നമ്മുടെ വസ്ത്രം പഴകി പോകുന്നില്ല, നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ everything, God is providing everything that is needed for you in this wilderness. I have no doubt about it. മരുഭൂമിയിൽ നമുക്ക് മേഘസ്തംഭമുണ്ട്. മരുഭൂമിയിൽ അഗ്നി സ്തംഭം നമുക്ക് ഉണ്ട്. രാത്രിയിൽ അഗ്നി സ്തംഭവും പകൽ നമുക്ക് മേഘസ്തംഭവും തണലായി താങ്ങായി കൂടെ ഉണ്ട്, വഴികാട്ടിയായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മരുഭൂമിയിലുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും മരുഭൂമി അല്ല നമ്മുടെ വാഗ്ദത്ത ദേശം. നമ്മുടെ വാഗ്ദത്ത ദേശം എവിടെയാണ്? കനാൻ നാടാണ്. കനാൻ നാട്ടിലേക്ക് കിടക്കുന്നത് യോർദാൻ അക്കരെയാണ്. യോർദാൻ അക്കരെയാണ് നമ്മുടെ വാഗ്ദത്ത ദേശം എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് അതിൽ കുറഞ്ഞതൊന്നും ഈ ഭൂമിയിലെ യാതൊരു വസ്തുക്കളുടെ മേലും കണ്ണുവെക്കാതെ, ഇവിടെ നമുക്ക് ദൈവം നൽകിയ സുഖ സൗകര്യങ്ങൾ, ഒരു പക്ഷേ ഈ മരുഭൂമിയിൽ ജീവിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ ഏത് സുഖങ്ങളോ സൗകര്യങ്ങളോ ആയിക്കോട്ടെ, God has provided a lot of things for us so that we may live in this wilderness. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യം, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വാഗ്ദത്ത നാട് യോർദാൻ അക്കരെയാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആ യോർദാൻ അക്കരയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു അഭിവാഞ്ച അത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഫാനി ക്രോസ്ബിയുടെ ഒരു ഗാനം നിങ്ങൾക്ക് അറിയാവുന്ന ഡ്രോമി നിയറർ എന്ന് പറയുന്ന പാട്ടിനകത്ത് അതിന്റെ ലാസ്റ്റ് സ്റ്റാൻസ് പറയുന്നത് ഇതാണ്: There are depths of love that I cannot know till I cross the narrow sea. നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഡെപ്ത് ശരിയായ നിലയിൽ മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴേ കഴിയുള്ളൂ ആ നാരോ സീ. ഇറ്റ് സൈസ് അബൌട്ട് ജോർദാൻ. യോർദാൻ കടന്നു പോകുന്നതിനെ യോർദാൻ എന്ന് പറയുന്നത് മരണത്തിന്റെ നിഴലായിട്ടാണ് നമ്മൾ കാണുന്നത്. യോർദാൻ അക്കരെയാണ് നമ്മുടെ വാഗ്ദത്ത കനാൻ എന്ന് പറയുന്നത്. അതായത് നാം മരണത്തിന് മുപ്പുറത്ത്, യോർദാൻ ഇക്കരെ കർത്താവ് നമുക്ക് എന്തെല്ലാം തന്നാലും മരണത്തിനപ്പുറത്തുള്ള നമ്മുടെ സ്വർഗീയ കനാനാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കുന്നത്. അവിടെ ചെല്ലുന്നത് വരെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ അളന്നു കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ there are heights of joy that I may not reach till I rest in peace with thee. അവന്റെ കൂടെ, അവനിൽ മറഞ്ഞു കഴിയുന്നത് വരെയും നമുക്ക് ശരിക്കും ആ പ്രമോദത്തിന്റെ സ്നേഹത്തിന്റെ കൊടുമുടിയെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? താണ്ടിക്കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഹാരാന്യ ക്രിസ്ത്യാനികളായി, തേരഹിന്റെ അനുയായികളായി ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രത്യുത കനാനിലേക്ക് ദൈവം വിളിച്ചിറക്കുന്ന അബ്രഹാമിന്റെ സന്തതികളാണ് നമ്മൾ തേരഹിന്റെ സന്തതികളല്ല. ആരുടെ സന്തതികളാണ്? അബ്രഹാമിന്റെ സന്തതികളാണ്. ആ ഗാനം ഞാനൊന്ന് പാടാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ സ്നേഹക്കാടൽ ആഴമാളന്നിട്ടില്ല, യോർദാൻ കടന്നു ഞാൻ എത്തുവോളം, നിൻ പ്രമോദമുടി താണ്ടിക്കഴിഞ്ഞിട്ടില്ല,
നിന്നിൽ പൂർണ്ണമായി മറയുവോളം. നിന്നോടേറ്റം ഏറ്റം ഏറ്റമടുത്ത് നീ മരിച്ച ക്രൂശിങ്കൽ. നിന്നോടേറ്റം ഏറ്റം ഏറ്റമടുത്ത് നിൻ തുറന്ന വിലാവിങ്കൽ. എന്നും നിന്റേതു ഞാൻ കേട്ടു നിന്റെ സ്വരം, നിന്റെ സ്നേഹമെന്നോടു ചൊല്ലി. വിശ്വാസത്തോടിന്നു വന്നിടട്ടെ നാഥ, നിന്നോടേറ്റമടുക്കട്ടെ ഞാൻ. നിന്നോടേറ്റം ഏറ്റം ഏറ്റമടുത്ത് നീ മരിച്ച ക്രൂശിങ്കൽ. നിന്നോടേറ്റം ഏറ്റം ഏറ്റമടുത്ത് നിൻ തുറന്ന വിലാവിങ്കൽ. ശുദ്ധമാക്കനാഥ നിന്റെ സേവയ്ക്കായി ദിവ്യകൃപയിൻ ശക്തിയതാൽ. തുറക്കട്ടെൻ മനം നിത്യപ്രത്യാശയാൽ, നിന്നിൽ മറയട്ടൻ ഇച്ഛകളും. നിന്നോടേറ്റം ഏറ്റം ഏറ്റമടുത്ത് നീ മരിച്ച ക്രൂശിങ്കൽ. നിന്നോടേറ്റം ഏറ്റം ഏറ്റമടുത്ത് നിൻ തുറന്ന വിലാവിങ്കൽ. മനോഹരമായ ഫാനി ക്രോസ്ബിയുടെ ആ പാട്ട്. നിന്റെ സ്നേഹക്കടൽ ആഴം അളന്നിട്ടില്ല, യോർദാൻ കടന്ന് ഞാൻ എത്തുവോളം. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്കുണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടതുകൊണ്ട്, നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിനിപ്പുറത്തുള്ള കാര്യങ്ങൾ, പശുവിന് പുല്ല് കിട്ടുന്ന, വീട്ടിൽ നമുക്ക് ജോലി കിട്ടുന്ന, മക്കളുടെ ഉദ്ധാരണം നടക്കുന്ന, വിദ്യാഭ്യാസമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോയിരിക്കുകയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് വിദ്യാഭ്യാസം തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്കൊരു വീട് താമസിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് താമസിക്കാൻ കർത്താവ് ഒരു വീട് തന്നിട്ടുണ്ട്, എനിക്ക് ആവശ്യത്തിന് ഉള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അതാത് സമയത്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് നേരത്തെ തരണം നിർബന്ധമൊന്നുള്ള ആളൊന്നുമല്ല. അതാത് സമയത്ത് കർത്താവ് തരുമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു രീതിയിലും സുഖമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സൗകര്യങ്ങൾ, കർത്താവ് തന്നിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ എൻ്റെ പ്രമോദം ഇതിനല്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് പറ്റുന്ന സാഹചര്യം എന്താണെന്നൊന്നുമല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ നിത്യത്തൊരു ദർശനത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഹാരാനിൽ തേരഹിന്റെ മകനായി ജീവിക്കുവാനല്ല, കനാനിൽ അബ്രഹാമിന്റെ മകനായി ജീവിക്കാനാണ് കർത്താവ് നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഹാരാനിൽ കുടുങ്ങിക്കിടക്കുന്ന വിശ്വാസികളോട് ഇന്ന് കർത്താവ് വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഹാരാൻ വിട്ടുപോകാനായിട്ട്. മെസൊപ്പൊത്താമിയയിൽ വെച്ച് ദൈവം അബ്രഹാമിന് ദർശനം നൽകിയതാണ്. പക്ഷെ ഇപ്പോൾ അപ്പന്റെ കെട്ടിൽപ്പെട്ട് ഹാരാനിൽ കിടക്കുകയാണ്. മെസൊപ്പൊത്താമിയയിൽ വെച്ച് തന്നെ ദൈവം ദർശനം നൽകിയതാണ്. മെസൊപ്പൊത്താമിയയിൽ വെച്ച് തന്നെ ദേശത്തെക്കുറിച്ച് സംസാരിച്ചതാണെന്നാണ് സ്തെഫാനോസ് പറയുന്നത്. എന്നാൽ ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്ന എന്താണ്? അപ്പന്റെ കെട്ടിൽപ്പെട്ട് ഇവിടെ കിടക്കുകയാണ്, ഹാരാനിൽ കിടക്കുകയാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ പിതാക്കന്മാരാണ് പുതിയ തലമുറയെ ഹാരാനിൽ തളച്ചിടുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം ആണ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഹാരാൻ ക്രിസ്ത്യാനികളായിട്ടാണോ വളർത്തുന്നത്, അതോ കനാന്യ ക്രിസ്ത്യാനികളായിട്ടാണോ വളർത്തുന്നത്? ഹാരാനിൽ വലിയ ആളുകളാകാൻ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. മോനെ, എടാ, ഇക്കാലത്ത് നമ്മൾ പറയുന്ന വാക്ക, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ, ഇക്കാലത്ത് ഇങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ, ഇക്കാലത്ത് നിനക്ക് ഇതുണ്ടെങ്കിലേ, ഇക്കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് ഹാരാനാണ് പകർന്നു കൊടുക്കുന്നത്. വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, പ്രത്യുത ഹാരാനെ കുറിച്ചാണ്. പിതാക്കന്മാരെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കനാൻ ദർശനത്തിന് എന്ത് പറ്റി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. വാട്ട് ഹാപ്പൻ? അങ്ങനെയുള്ള ആ പുതിയ തലമുറയിലെ അബ്രഹാമിനോട്, പിതാക്കന്മാരുടെ കെട്ടിൽപ്പെട്ട് കിടക്കുന്ന അബ്രഹാമിനോട് ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, വിട്ടുപോരുക, ഹാരാൻ വിട്ടു പോവുക. നിന്റെ പിതാവ് പുല്ല് കണ്ടിറങ്ങിയവനാ. നിന്റെ പിതാവ് നിന്റെ അപ്പൻ എന്ത് കണ്ടിറങ്ങിയതാണ്? പശുവിന് പുല്ല് കിട്ടുമെന്ന് തിരക്കി ഇറങ്ങിയവനാ. പക്ഷെ നീ അങ്ങനെയുള്ളവനല്ല. നിനക്ക് എന്തുണ്ടായിട്ടുണ്ട്? ദൈവ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. നിന്റെ അപ്പന് തിയോഫാനി ഉണ്ടായിട്ടില്ല. നിന്റെ അപ്പൻ കർത്താവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പുല്ലിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നിനക്ക് അങ്ങനെയല്ല, നിനക്ക് ദൈവദർശനം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്റെ അപ്പൻ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോ മങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ദൈവം നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്,
എന്ത്? God wants us to see that we are leaving Haran. ഹാരാൻ വിട്ടുപോകാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ ഹാരാന്യ ക്രിസ്ത്യാനികളാണോ അതോ കനാന്റെ ആളുകളാണോ? നിങ്ങളുടെ ദർശനം ഹാരാനിലാണോ അതോ സ്വർഗീയ കനാനിലാണോ? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. കർത്താവേ, മെസൊപ്പൊത്താമിയയിൽ വെച്ച് ദർശനം കിട്ടിയിട്ടും ചുറ്റുപാടുകൊണ്ടുള്ള സംസർഗത്താലും സമ്മർദ്ദത്താലും ഹാരാനിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കനാന്റെ ദർശനത്തോടുകൂടെ കർത്താവെ, ഹാരാനെ വിട്ട് ഇറങ്ങി പുറപ്പെടുവാൻ നീ എന്നെ സഹായിക്കണമേ. നിത്യതൊരു ദർശനം എനിക്ക് നൽകണമേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിത്യതൊരു ദർശനം കൊടുക്കണമേ കർത്താവെ. ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചത് നീ ഞങ്ങളെ വിളിച്ച് ഇറക്കിയത് മറ്റുള്ളവരുടെ മുമ്പിൽ ദേശത്ത് ഞങ്ങളെ മാനിക്കാനാണെന്നൊക്കെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, ഞങ്ങളൊരു ആരാധക സമൂഹമായി നിന്നെ സേവിക്കേണ്ടതിനാണ് നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് മരുഭൂമിയിൽ കഴിയത്തില്ല. ആ ആരാധക സമൂഹത്തിന്റെ ഭാഗമായി തീരണമെങ്കിൽ ഞങ്ങൾ യോർദാൻ കടന്നാലേ പറ്റൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഒരു കൃത്യമായ സെപ്പറേഷനിലൂടെ ഹാരാന്യ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി കർത്താവെ, കനാൻ നാടിനെ കുറിച്ചുള്ള കൃത്യമായ ദർശനത്തോടെ ജീവിക്കുവാൻ, അതിനുവേണ്ടി നോക്കി പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഹോവയുടെ യുദ്ധം ബാക്കി കിടക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും വരെയും സ്വസ്ഥതയില്ലാത്തവരായി കർത്താവെ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളെ വിടുവിച്ച് അവരെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കുവാൻ കഴിയുന്നത് വരെയും ഞങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി അവരെക്കുറിച്ചുള്ള കൺസേണോടുകൂടെ ജീവിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. അത് കഴിയില്ല എന്ന് പലപ്പോഴും പിശാച് പറയുന്നുണ്ട്, അനാക്യ മല്ലന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇല്ല കർത്താവേ, ഞങ്ങൾ അവിശ്വാസികളല്ല, ഞങ്ങൾ വിശ്വാസികളാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കത് നേടിയെടുക്കുവാൻ കഴിയും. ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാനുള്ള റിസോഴ്സ് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, കൃപ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ശക്തി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ കർത്താവേ, അത് ഞങ്ങളുടെ യുദ്ധമല്ല, അത് നിന്റെ യുദ്ധമാണ്. വി ജസ്റ്റ് വാണ്ട് ടു ജോയിൻ യു വെൻ വി സീ യു ആർ മൂവിങ് ഓൺ. കർത്താവേ, നീ പുറപ്പെടുന്നത് കണ്ട്, നീ സഞ്ചരിക്കുന്നത് കണ്ട്, നീ മുന്നേറുന്നത് കണ്ട് നിന്റെ കൂടെ നിൽക്കാൻ അത്ര മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവേ. നിന്റെ യുദ്ധത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹാരാൻ വിട്ട് കനാനിലേക്ക് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.